everyone. നാളുകൾക്ക് ശേഷം വളരെയധികം നാളുകൾക്ക് ശേഷം എൻ്റെ പറമ്പിലെ തൊടിയിലെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കോലത്തിലാണെന്നറിയാം, ബട്ട് സ്റ്റിൽ ഞാൻ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തു. ആൻഡ് നത്തിങ് ഇൻ ദിസ് ടോപ്പിക്കൊന്നുമില്ല, ഞാനിങ്ങനെ ചുമ്മാ വ്ളോഗ് എടുക്കുന്നു. എൻ്റെ ഫോണിൻ്റെ വൈബ്രേഷൻ ഒക്കെ. സോ ഞാനിപ്പോൾ സർവസുഗന്ധിയുടെ ഫ്രണ്ടിൽ നിന്ന് വ്ളോഗ് എടുക്കുകയാണ്. എനിക്ക് എന്താ പറയണമെന്ന് അറിയണില്ല. ഇത്രയും നാളും തിരക്കായി. ഇന്നലെ എൻ്റെ അമ്മായിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വ്ളോഗ് എടുക്കുന്നില്ലേ ചോദിച്ചു. ഞാൻ എപ്പോഴാണോ അയ്യോ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഞാൻ ഡിസ്റെസ്പെക്റ്റ് ചെയ്യില്ല, പക്ഷെ എനിക്ക് സമയം കിട്ടാത്തതാണ്. ഞാൻ വിട്ടുപോവുകയും ചെയ്തത്. നല്ല തിരക്കിലായിരുന്നു. എൻ്റെ അച്ഛന് കണ്ണോപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതിൻ്റെ ഇതെല്ലാം ഞാൻ നാട്ടിലുണ്ട്. അപ്പം ഞാൻ വീട്ടിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് എൻ്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓർമ്മ വന്നു. നൊസ്റ്റാൾജി അടിക്കുമല്ലോ പറമ്പൊക്കെ കാണുമ്പോൾ, പച്ചപ്പ് കാണുമ്പോൾ. പക്ഷെ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായില്ല, കൊതുകടി കൊണ്ട് വയ്യാണ്ടായപ്പോൾ ഞാൻ പറമ്പിലൊക്കെ ഇറങ്ങലൊക്കെ ഭയങ്കര കുറവാവുക. ഇന്ന് ഞാൻ ഇറങ്ങി. ഈ വെയിൽ സൺ കിസ്ഡ് അല്ല, സൺ ബേൺഡ്. അപ്പം ഞാനിന്ന് ഇറങ്ങി. ഇവിടെ അത്യാവശ്യം നൊസ്റ്റാൾജിയകളുണ്ട് എനിക്ക് പറമ്പിൽ. സോ I can share you a lot of stories based on how I lived, based on കുറേ സംഭവങ്ങളുണ്ടാകുന്നുണ്ട്. ഇവിടെ ഒരു അലോൺ ടൈം സ്പെൻഡ് ചെയ്യൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഹോബി ആയിരുന്നു. അപ്പം ഞാനതിൽ മെയിനായിട്ട് ഇവിടെ കൊതു പറക്കണതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ കച്ചറുന്ന സ്ഥലം കേട്ടോ. ഞാൻ വന്നിക്കണം മെയിനായിട്ടുള്ള സ്ഥലം. കുറേ കിളികളൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും. പക്ഷെ ഞാൻ മെയിനായിട്ട് പറയാൻ വന്നാൽ ഞാൻ വിചാരിച്ചു ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്ന ഒരു നല്ലതായിരിക്കും എനിക്ക് തോന്നി. സോ നത്തിങ് ഈസ് സോ ഐ വാസ് തിങ്കിങ് അബൌട്ട് എക്സ്പ്ലെയിനിങ് മൈ ചൈൽഡ്ഹുഡ് വിച്ച് ഐ ഡോണ്ട് ലൈക്ക് മോസ്റ്റ്. എനിക്കെൻ്റെ ചൈൽഡ്ഹുഡൊന്നും അത്ര വലിയ ഫാനല്ല. ഇറ്റ്സ് ഗുഡ്, ബട്ട് ഐ എം നോട്ട് എ ഫാൻ ഓഫ് മൈ ചൈൽഡ്ഹുഡ്. ബട്ട് സില്ലി തിങ്സ് ആലോചിക്കുമ്പോൾ ചൈൽഡ്ഹുഡിലെ സ്റ്റോറീസ് ആർ ബെറ്റർ. നല്ലതാണ്. കൊതു ഞാൻ പറഞ്ഞില്ല, തന്നെ കൊതു ആർത്ത് പറക്കും, കൊതു കടിച്ചു കൊണ്ടുപോകും. ഞാനെവിടെയാണ് പറഞ്ഞു നിർത്തി? കൊതു ഭയങ്കര കൊതുവാണ്. ഇവിടെ പിന്നെയും കുറവുണ്ട്, പുറത്തൊക്കെ ഭയങ്കര കൂടുതലാണ്. സോ എൻ്റെ ഫേവറേറ്റ് ഒരു സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ ഞാൻ കിളികളെ പിടിച്ചിട്ടുണ്ട്. ഞാൻ എന്താ പറഞ്ഞേ, കിളിയുടെ കാര്യമല്ല പറഞ്ഞേ. പക്ഷെ ഇവിടെ കൊതു കടിച്ച് ഞാനിപ്പോൾ ക്രീം തേച്ചു. ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ കൊതു കടിക്കുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം കൊതു കടിക്കാണ്ടിരിക്കും ഞാൻ ഒഡോമാക്സോ ക്രീമൊന്നും ഞാൻ പറ്റി വെച്ചിട്ട്. എനിക്കറിയില്ല ഇത് എത്രത്തോളം എഫക്റ്റ് നമുക്ക്. അപ്പോൾ വരുന്നില്ല കേട്ടോ. കടിക്ക് കൊതു കാരണം പറമ്പി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. എളുപ്പമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ട് ഈ ബാക്കിൽ നമുക്കൊന്ന് മരം ഉണ്ടല്ലോ, ഇത് കുഞ്ഞായിരുന്നു. ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഇത് ഇത്ര ഉണ്ടായിരുന്നോ, ഇത്ര. അപ്പോൾ അവിടെ ഫുള്ള് കച്ചറ കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഇതിൻ്റെ പക്ഷേ തേക്കാണത്. തേക്ക് ഇപ്പോൾ വലിയൊരു മരമായിരിക്കുന്നു. ഈ തേക്ക് ചെറുതായിരുന്നു. അപ്പം ഞാനിതിനെ ഈ പറമ്പിൽ നമ്മൾ തിണ്ടിപ്പറക്കി നടക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ ഉള്ളിൽ കിളി കൂട് കൂട്ടുമ്പോൾ ഞാൻ എന്നിങ്ങനെ വാച്ച് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കിളി കൂട് കൂട്ടണ്ടായിരുന്നു. കൊതുവാണെങ്കിൽ കിളി കൂട് കൂട്ടണ ദിവസം
അല്ല കൂട് കൂട്ടിയിട്ട് അത് വന്നിരിക്കുന്ന ടൈമിൽ അതിങ്ങനെ എല്ലാം താഴേക്ക് വരുമല്ലോ സ്വാഭാവികമായിട്ട് അതിൻ്റെ വെയിറ്റ് വരുമ്പോൾ. അങ്ങനെ ഒരു ദിവസം ഞാൻ പ്ലാൻ ചെയ്തു ഈ കിളി ഇന്ന് കാണണം. ഒരു ദിവസം ഇലയുടെ സൈഡ് ഇങ്ങനെ മടക്കിയിട്ട് ആ കിളീൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. അപ്പോൾ കിളി വന്നു, കിളി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തല വീഴാൻ ഞാൻ നോക്കാം വള്ളീനത്. കിളി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇല സ്വാഭാവികമായിട്ട് താഴ്ന്നു. ഞാനിങ്ങനെ പമ്മി വന്നു അതിൻ്റെ പുറത്തു കൂടെ ഇങ്ങനെ അതെടുത്ത് കൂട്, അതായത് രണ്ടെല്ലാം മടക്കി മറ്റേ ബറീട്ട പോലെ ആക്കി വെച്ചിട്ട് പുള്ളി കൂടിൻ്റെ പുറത്തു കൂടെ ഞാൻ പൊത്തി ആദ്യം. അപ്പം ഉള്ളിൽ ആളുണ്ട്. ഞാൻ അങ്ങനെ കൈയിട്ടു, ദ്രോഹി. എന്നിട്ട് ഞാൻ കൈയിട്ടു എടുത്തപ്പോൾ ഉണ്ടോ ഹമ്മിങ് ബേർഡ്, ചെറിയ കിളി. ഹമ്മിങ് ബേർഡിൻ്റെ മലയാളം എനിക്കറിയില്ല, ഹമ്മിങ് ബേർഡിനെ കൊണ്ട് അറിയില്ല. ഹമ്മിങ് ബേർഡായിരുന്നു അത്. ഞാനതിനെ കണ്ടു. അങ്ങനെ ഞാൻ ആ എടുത്തൊരു വെപ്രാളത്തിലൊരു മുട്ട അതിൻ്റെ താഴെ വീണത്, കുഞ്ഞൊരു നീല മുട്ട, പുള്ളിയൊക്കെയുള്ളൊരു നീല മുട്ട. ഞാൻ ആലോചിച്ച് ഞാൻ എന്ത് ദ്രോഹിയായിരുന്നു ദൈവമേ ഇപ്പം ആലോചിക്കുമ്പോൾ. ഞാനതിനെ നോക്കി, ഒന്നുമില്ല. ഞാൻ കുറച്ച് നേരം ഞാനും കിളിയും ഇനി ഞാനതിനെ വിട്ടു. അതിനെ ഞാൻ വിട്ട് കളഞ്ഞു. അങ്ങനെ ഞാൻ ഹമ്മിങ് ബേർഡിനെ പിടിച്ചു. ചെമ്പോത്തിനെ പിടിച്ചിട്ടുണ്ട്. പിടിച്ച് വെക്കല്ല, താഴ്ന്നൊക്കെ വീണ് കിട്ടിയതാണ് ഇവിടെ ഒരു മരം മുറിച്ചപ്പോൾ. മരം കൊത്തിനെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പഴക്കോട്ടയുടെ അടിയിൽ ഞാൻ അതിനെ മൂടി വെച്ചിട്ട് പറക്കാണ്ടിരിക്കാം. ഭയങ്കര ദ്രോഹിയാണ്, കൊത്തും. അങ്ങനെ കുറേ കിളികളെ ഞാൻ തൊട്ടിട്ടുണ്ട് പണ്ട്. ചെമ്പോത്തിനൊക്കെ തൊട്ടുണ്ട്. ചെമ്പോത്തിനെ കുട്ടിക്ക് ഞാൻ ഐസ്ക്രീം കൊടുത്തു. ഇറ്റ്സ് വിയേർഡ്. ഐ കാൺ ടെൽ ഓൾ ദ സ്റ്റോറീസ്. എനിക്ക് ചില സ്റ്റോറീസ് ആയിരിക്കും, ചില സ്റ്റോറീസ് വെരി വിയേർഡ്. ഞാൻ എന്തിനാ ഐസ്ക്രീം കൊടുത്തതെന്ന് എനിക്കറിയില്ല. അതിങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക, അന്ത്യശ്വാസമായിരുന്നു തോന്നുന്നു. എനിക്കതിന് ഫുഡ് കൊടുക്കാൻ അറിയണില്ല. ഞാൻ നോക്കിയപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, കിളിയുടെ വായ തുറന്ന്. എനിക്കറിയില്ല. വെറ്റിനറി ഡോക്ടർ ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ട്. അന്ന് അവൾ വെറ്റിനറി ഡോക്ടറായിട്ടുമില്ല. ഇപ്പം ഞാനെല്ലാം ചോദിച്ചിട്ട് ചെയ്യും. പക്ഷെ എനിക്കൊന്നും ChatGPT ഇല്ലല്ലോ, നമ്മളെന്ത് ചെയ്യും? വായ തുറന്ന് എവിടെയോ എന്തുട്ടോ മനസ്സിലാവില്ല നമുക്ക് എവിടെയോ ഫുഡ് വെച്ച് കൊടുക്കാമെന്ന്. ഞാൻ വിചാരിച്ചു കുറച്ച് മണ്ണിരനെ ഞാൻ പറക്കിക്കൊണ്ടെന്ന് ഇട്ടു. അത് തിന്നണില്ല, അതിനതിൻ്റെ തള്ള തന്നെ വേണം കൊടുക്കാൻ. ഇവിടെ ഒരു മരം മുറിച്ചപ്പോൾ കൂട് വീണതാണ്. നമുക്കറിയില്ല കിളിക്ക് കൊടുക്കാൻ. ഇപ്പം മിക്കവാറും ഞാൻ ChatGPT ഒക്കെ നോക്കി. എനിക്ക് പണ്ട് ChatGPT ഇല്ലാത്തതിൻ്റെ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ദ്രോഹി. ഞാനതിനെ കൊന്നു കളഞ്ഞു. ഐസ്ക്രീം കൊടുത്തല്ല, ഐസ്ക്രീം ഞാൻ അവസാന നിമിഷം കൊടുത്തതാണ്. എന്തെങ്കിലും ഒരു സ്വീറ്റ് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അതിന് ജീവൻ നിലനിൽക്കുമെന്ന് ചോദിച്ചു. പക്ഷെ ചത്തുപോയി. വിഷമം എനിക്കത്. കോഴിക്കുട്ടികൾ ഇതുപോലെ കുറേ. ഞാൻ കോഴിയുടെ ഒരു ഫാനായിരുന്നു. എന്നെ കോഴിയേശു എന്നാണ് വിളിച്ചത്. കോഴി. I was having many chicks. chicks I had. chicks means കോഴിക്കുട്ടികൾ കുറേ വരുന്നതാണ്. പിന്നെ ഇവിടെ സ്ഥിരമുള്ളവർക്ക് അറിയായിരിക്കുമല്ലോ ഞാൻ നടക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ഫേവറേറ്റാണ്, സർവ്വസുഗന്ധി. സർവ്വസുഗന്ധി ഈസ് ഗുഡ് ഇഫ് യു ആർ ഹാവിങ് എനി പീരീഡ്സ് പെയിൻ. അമ്മ അരച്ച് തരും. ഇപ്പം എനിക്ക് വേദന കുറവുണ്ട് ഇപ്പോൾ അത് കുടിക്കുമ്പോൾ. സോ ഐ ആം ഒബ്സസ്ഡ് വിത്ത് ദിസ് വൺ nowadays. ഐ വോണ്ട് ഈ എൻ്റയർ പ്ലാന്റ് അവിടേക്ക് കൊണ്ടുപോയാലും ഞാൻ അല്ലെങ്കിൽ ബാംഗ്ലൂർ. എനിക്ക് അത്രയും വയ്യ. ഒരു പേര ഉണ്ടായിരുന്നു. ആ പേരയെ അള്ളി പിടിച്ച് ഞാൻ കയറും. എന്നിട്ട് ഞാൻ വീടിൻ്റെ പാരഫിറ്റുമ്മയ്ക്ക് എടുത്ത് ചാടും. ഐ വാസ് വെരി നോട്ടോറിയസ്. അങ്ങനല്ല, ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആക്രമണങ്ങളെല്ലാം അത് ഒറ്റയ്ക്ക് തെണ്ടി പറക്കി നടക്കും. ഐ വാച്ച് ഓൾ ദ തിങ്സ്. ഐ യൂസ് ടു വാച്ച് എവറിഥിങ്. nobody will be there. ആരും ഉണ്ടാവില്ല. ബട്ട് that alone time was very nice.
ഇത് കൊള്ളാം കേട്ടോ, കൊതു വന്നില്ല, കടിച്ചില്ല. ഓഹ്, കുറച്ച് മുന്നേ തേക്കേണ്ടതായിരുന്നു. സോ ഈ വാഴ ഏറുന്നുണ്ടല്ലോ എന്നൊക്കെ, വാഴകൾ പണ്ടുണ്ടായിരുന്നു. മഞ്ഞൾ, കുറച്ച് കൃഷി സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കി നടക്കും. പപ്പായ, ലോഡ് ഓഫ് പപ്പായ ഈസ് ദർ. പൈനാപ്പിൾ ഈസ് ദർ. ചില ഉണക്ക സാധനങ്ങൾ. പിന്നെ എനിക്ക് ചില സാധനങ്ങൾ എനിക്ക് തീരെ മതിയായിട്ടാണ്. അതായത് ഇതൊക്കെ ഉണ്ടായി കുറേ നിന്നിട്ട് എനിക്ക് ചില സാധനങ്ങൾ ഫ്രൂട്ട്സ് ഇഷ്ടമല്ല. സോ ഫ്രൂട്ട്സ്, ഇത് സംതിങ് ലൈക്ക് ദിസ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, ഈ പുളിയുള്ള രസമൊക്കെ ഉള്ളത്. തിങ്സ് ഐ ഡോണ്ട് ലൈക്ക്. പപ്പായൊക്കെ ഞാൻ അധികം ഉണ്ടാവുമ്പോഴേ ഞാൻ കഴിക്കില്ല. ഞാൻ ഇപ്പോൾ വലുതായതിന് ശേഷം അതൊക്കെ കറി വെച്ച് കഴിച്ചു തുടങ്ങി. പണ്ട് എനിക്കിതിനൊന്നും ഇഷ്ടമല്ല. നല്ലത് ഡോഗിന് പിടിക്കില്ല എന്ന് പറഞ്ഞ പോലെ. ആൻഡ് ഓഫ് കോഴ്സ് മാംഗോസ്. വീടിൻ്റെ മേലെ ഞാൻ കയറാം, എൻ്റെ വീടിൻ്റെ മേലെ. പിന്നെ ഇവിടെ ഈ പണ്ട് ഈ സാധനം ഉണ്ടായില്ല, ഇപ്പോൾ ഇതൊക്കെ ആപ്പിൾ ചാമ്പ. കെൻ യു സീ ദിസ്? ആപ്പിൾ ചാമ്പയുണ്ട്. ഓഹ്, ഈ കൊതു എനിക്ക് കുറേ ഡാമേജ് വരുത്തി, കടിച്ച് പറിച്ച്. ആപ്പിൾ ചാമ്പയുണ്ട്. ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. പണ്ട് സാധനങ്ങൾ കുറഞ്ഞു, ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ഞാനിവിടെ വരും. I used to chill. I used to enjoy myself. ഇവിടെ ഏറ്റവും നല്ല വ്യൂ എനിക്കിതാ ഇഷ്ടം, ടെറസ്. ടെറസിൻ്റെ മേലെ കാറ്റ് കൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇവിടെ വണ്ടികളും സാധനങ്ങളൊന്നുമില്ല. I think I can call my dog here. He is simply wandering. താഴെ തെണ്ടി പറിക്ക് നടക്കണവൻ. ഇങ്ങനെ വിളിക്കാം കമ്പനിക്ക്. സോ ഇവിടെ ആരുമേ ഇല്ല. വെരി പീസ്ഫുൾ. ഒത്തിരി മരങ്ങൾ കാണാം അവിടെ നിന്ന്. അത്രയേ ഉള്ളൂ. ഒത്തിരി നാളുകൾക്ക് ശേഷം വരുമ്പോൾ ഒരു വ്ളോഗ് ഇടുമ്പോൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. എനിക്കിനി അവിടെ പോയി സെറ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോ എടുക്കും. വീഡിയോ എടുക്കുന്ന ചുമ്മാതാ. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് എനിത്തിങ്. ഒന്നുമില്ല, ചുമ്മാ വീഡിയോസ് എടുക്കുന്നത്. ഇഷ്ടമുള്ളവർ കാണാം, ഇഷ്ടമുള്ളവർ കാണണ്ട, ഒരു നിർബന്ധവുമില്ല. This is my daily vlogs, and when the boredom strikes, I will take videos again. ഇഷ്ടമുള്ളവർ കാണാം, അത്രയേ ഉള്ളൂ. ഇന്ന് ബൈ ബൈ പറയാറായോ? 13 minutes ആയി. So I will upload this. Anyway, വീണ്ടും വീഡിയോ എടുത്തതിൻ്റെ ഒരു സന്തോഷം. And the thing is, it's very peaceful here. I like it. So that's it. So bye.